നമസ്കാരം. വിവാഹ പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീക്കാണോ പുരുഷനാണോ പ്രാമുഖ്യം ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പൊരുത്തം എന്ന് പറയുമ്പോൾ അറിയാലോ, സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകം വെച്ചിട്ട് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ജാതകവും ഗ്രഹനിലയും വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അതില് ഏതിനാണ് ആദ്യം പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. മഹനീയമായൊരു കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത്. സ്ത്രീയുടെ ഗ്രഹനില നോക്കിയതിന് ശേഷമേ നമ്മൾ പുരുഷന്റെ ഗ്രഹനില നോക്കേണ്ടതുള്ളൂ. 7-ാം ഭാവമാണ് വിവാഹകാര്യം അറിയാനായിട്ട് നമ്മൾ നോക്കുന്നത്. 7-ാം ഭാവം നോക്കിയിട്ടാണ് നമ്മൾ വിവാഹത്തില് ദമ്പതി ആരാണ്, അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനത്തവനാണ്, ഏതൊക്കെ ആയിരിക്കാം, ഏത് തരത്തിലുള്ളവനായിരിക്കാം, എങ്ങനെയായിരിക്കാം ഇവരുടെ ദാമ്പത്യം എന്നൊക്കെ അറിയുന്നത്. അത് 7-ാം ഭാവം നോക്കിയിട്ടാണ്. ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും ചില ഇതിൽ കണ്ടിട്ടുണ്ട്, ലഗ്നാല് മാത്രമേ നോക്കുന്നുള്ളൂ. എന്നിട്ട് ചൊവ്വാദോഷമുള്ള ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയില്ല, അത് മറച്ചു വെക്കും. അപ്പൊ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും നമ്മൾ എന്താണ് ഈ പൊരുത്തം നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൂടെ നോക്കിയാലേ നമുക്ക് പൂർണ്ണത കൈവരിക്കുകയുള്ളൂ. 7-ാം ഭാവം നോക്കി വിലപ്പെട്ടതും മഹനീയവും അതിശ്രേഷ്ഠവുമായിട്ടുള്ള വിവാഹം, സുദീർഘ ദാമ്പത്യം, കലാകാലത്തോളം അവർ ജീവിക്കുമോ, സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമോ, സന്താനങ്ങൾ ഉണ്ടാവുമോ, ഉണ്ടാവുന്ന സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, ഇവയെല്ലാം കരസ്ഥമാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സുദീർഘമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം കിട്ടുമോ എന്നുള്ളത് നോക്കണം. അപ്പോൾ എപ്പോൾ ജാതകപ്പൊരുത്തം നോക്കുമ്പോഴും സ്ത്രീക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവള് സുമംഗലിയായി സന്തോഷത്തോടു കൂടി എല്ലാ കാലവും ഭർത്താവിനോടൊത്തും സന്താനങ്ങളോടൊത്തും നല്ല സൗഭാഗ്യവതിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവളുടെ ജാതകത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം രണ്ടും കൂടെ ചേർച്ച വെച്ചിട്ട് നമ്മൾ പൊരുത്തം നോക്കുക.